ഉറപ്പാണ് ശ്രീ രാജ്മോഹൻ സാർ. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2008 ബംഗളൂരു സ്ഫോടന കേസിന് ശേഷം ഇപ്പോൾ പുതിയതായിട്ട് ഒരു സ്ഫോടനം കൂടി ബംഗളൂരുവിൽ ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നതാണല്ലോ കേസ്. അതിലിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ അനീസ് ഫാത്തിമ എന്ന് പറയുന്ന മൂന്നാമത്തെ ആൾ, ഈ അവർ എന്ന് പറയുന്നത് ഈ ജുനൈദ് അഹമ്മദ് എന്നുള്ള പേര് എന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജുനൈദ് അഹമ്മദിന്റെ മാതാവാണ് അനീസ് ഫാത്തിമ. അവർ തൻ്റെ മകനുമായിട്ട് നസീറിന് ബന്ധപ്പെടുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി വോക്കി ടോക്കികളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും എത്തിക്കുന്നു എന്നതാണ്. ഈ ജുനൈദ് അഹമ്മദിനെ പറ്റി നേരത്തെ അന്വേഷണ ഏജൻസികൾ പറയുന്നത് 2008 ബംഗളൂരു സ്ഫോടന കേസിലെ മുഖ്യ ആസൂത്രകൻ എന്ന രീതിയിലാണല്ലോ. ഇതുവരെ NIA പിടിയിൽ വന്നിട്ടില്ലല്ലോ, ഒരു ഏജൻസിയുടെയും പിടിയിൽ ജുനൈദ് അഹമ്മദ് വന്നിട്ടില്ലല്ലോ. അന്ന് കേട്ടിരുന്നത് വിദേശത്താണ് എന്നാണ്. അപ്പോൾ ജുനൈദ് അഹമ്മദ് ഇപ്പോഴും ആക്റ്റീവാണ്, നസീറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, അതിന് പണം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ NIA കണ്ടെത്തൽ പറഞ്ഞിട്ടുണ്ട്. അതീവ ഗുരുതരമായ കാര്യമാണല്ലോ ഇത്. അതായത് 2008 ബംഗളൂരു സ്ഫോടന കേസിൽ ഇതുവരെ വിചാരണ പൂർത്തിയായിട്ടില്ല. ജയിലിൽ കിടന്ന് അതിലെ മുഖ്യ ആസൂത്രകനായ നസീർ അടുത്ത സ്ഫോടനത്തിന് ആസൂത്രണം നടത്തുന്നു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മഞ്ജുഷ, തീർച്ചയായിട്ടും ജുനൈദ് എന്നുള്ള ആ ക്യാരക്ടർ അന്ന് എബ്സ്കോണ്ടിങ് ആണ്, ഇന്ന് എബ്സ്കോണ്ടിങ് ആണ്. അപ്പൊ ആ ക്യാരക്ടർ ഇപ്പൊ അയാളെ പേര് വേറെ വല്ല പേരായിരിക്കാം, ഇതിനു മുമ്പേ അയാൾ വേറെ വല്ല പേരായിരിക്കാം. അങ്ങനെ ഈ മാറി മാറി വരുന്ന ആൾക്കാരും മാറി മാറി വരുന്ന ക്യാരക്ടറാണ് ഇത് മനസ്സിലാകുന്നത്. കാരണം ഈ നസീർ എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു 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 കോർഡിനേറ്റർ ആണ്. ഇന്ന് മാത്രമല്ല, അയാൾ ഈസ് എ ക്രിമിനൽ ടേൺഡ് ഒരു ഫണ്ടമെന്റലിസ്റ്റ് ആണ്, ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് ആണ്, ക്രിമിനൽ ആണ്. അങ്ങയുടെ ആ ഫസ്റ്റ് ഇൻവോൾവ്മെന്റ് തന്നെ ആസാദ് മർഡർ കേസാണ്. കണ്ണൂരിലെ ആസാദ് മർഡർ കേസിൽ അങ്ങനെ ഒരു അക്യൂസ്ഡ് ആണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിമിനൽ ആക്ടിവിറ്റി. അപ്പൊ ക്രിമിനൽ ടേൺഡ് ഒരു കമ്മ്യൂണൽ ആക്ടിവിറ്റി നടത്തിയ ഒരാളാണ്. അപ്പൊ അയാളൊന്നും ഒരിക്കലും തിരിച്ചു വരുന്നില്ല. പിന്നെ ഞാനൊക്കെ കുറെ കാലം ഇന്ററാക്ട് ചെയ്തതാണ്, 1-2 മാസം ഞങ്ങൾ ഒന്നിച്ച് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അയാളൊക്കെ ഇപ്പോഴും കറുത്ത കുതിരപ്പുറത്ത് ഒരാൾ കയറി വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നൊക്കെ പറയുന്നത്, അങ്ങനെ ആ കഥകൾ എന്നോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളെ തിരുത്താൻ പറ്റില്ല. അപ്പൊ തിരുത്താൻ പറ്റാത്തപ്പോൾ അയാളെ എന്ത് ചെയ്യും, അയാൾ അറസ്റ്റ് ചെയ്ത് അയാളെ കൺവിക്ഷൻ വാങ്ങിയ ശേഷം അയാളെ ജയിലിലാക്കുമ്പോൾ ജയിൽ തന്നെ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് ജയിലിനകത്ത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിക്കാൻ കൊടുക്കണം, ഇയാൾക്ക് പിന്നെ അതുപോലത്തെ ബുക്കുകളൊക്കെ കൊടുക്കണം എന്നൊക്കെ ഒരു ജഡ്ജ്മെന്റിൽ ഒരു ജഡ്ജ് എഴുതിയിരിക്കുകയാണ് ഇയാൾ കൺവിക്ട് ചെയ്ത കേസിൽ. അപ്പം എന്നാലും അയാൾ നന്നാവില്ല. അപ്പം ഈ ക്യാരക്ടർ, ഈ ഹൈ പ്രൊഫൈൽ ക്യാരക്ടർ ഇത് ഇങ്ങനെയാണ്, അങ്ങേക്ക് മാറ്റമില്ല. അപ്പൊ അങ്ങേര് ആ കൺവിക്ട് ആ ജയിലിനകത്തും ജയിലിന് പുറത്തും അയാൾ ആരൊക്കെ ബന്ധപ്പെടാൻ പറ്റും അവരൊക്കെ ഒരു റാഡിക്കൽ ചെയ്യാൻ ശ്രമിക്കും. ഡെഫിനറ്റ് ആണ്, ഒരു സംശയമില്ല. അപ്പൊ അത് ജയിലിനകത്ത് അതൊരാളെ ക്യാരക്ടറുള്ളതാണ്, അത് അയാളിൽ നിന്ന് ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. അത്ര ഡേഞ്ചറസ് ക്യാരക്ടറാണ്. അപ്പൊ അതേപോലെ തന്നെ അയാളുടെ കൂട്ടത്തിലെ ബാക്കി ആൾക്കാരുണ്ട്, ഷഫാസ് ഉണ്ട്, വേറെ പിന്നെ കുറെ ആൾക്കാരുണ്ട്. അവരും ഇതിന്റെ ഒരു ഗ്യാങ് ആണ്. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ടും അവരിപ്പം ഈ നമ്മുടെ തൃശ്ശൂരിലുള്ള വെല്ലൂർ ജയിലിൽ വന്നപ്പോഴും ഇതാണ് സ്ഥിതി. അവിടെ അവരോട് അഡ്വാൻറ്റേജ് എടുത്തിരുന്നു. അത് പൊളിറ്റിക്കലായിട്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും ചില സമയം. നമുക്ക് കർണാടകയിലാകുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടുകയാണ്. കാരണം സപ്പോർട്ടില്ലാതെ ഒന്നും നടക്കില്ല. അപ്പൊ ഇതുപോലുള്ള ക്യാരക്ടർ സ്വാഭാവികമായിട്ടും ഇത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആൾക്കാരെ ആകർഷിക്കാൻ ശ്രമിക്കും. ആകർഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ഇതുപോലെയുള്ള പുതിയ പുതിയ സ്ഫോടനങ്ങളോ പുതിയ പുതിയ ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ ഇതിന്റെ ഫണ്ട് റേസിങ്ങോ അല്ലെങ്കിൽ എക്സ്പോഷനോ എന്തൊക്കെ നടത്തുന്ന ലെവലിൽ, കാരണം അവർക്ക് ഇനി ഇറങ്ങാൻ പറ്റില്ല. കാരണം നസീറിന് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇനിയും കൺസെക്യൂട്ടീവ് ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകളൊക്കെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിലൊക്കെ കൺവിക്ഷൻ ഉറപ്പാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ബംഗളൂരു സ്ഫോടന കേസിൽ എന്തുകൊണ്ടാണ് ട്രയൽ നീണ്ടു പോകുന്നത്? ഇപ്പോൾ 2008 നടന്ന സംഭവമാണല്ലോ. അതെ, 2008 നടന്ന ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പല കാരണങ്ങളും കൊണ്ട് ഇത് നീണ്ടു പോയി. കാരണം ഒന്ന്, മദനി അതിൽ അക്യൂസ്ഡ് അല്ല, ഡിസ്ചാർജ് വേണം, അങ്ങനെ ഒരുപാട് കാലം നീണ്ടുപോയി. പിന്നെ ഈ പ്രതികളൊക്കെ കശ്മീർ റിക്രൂട്ട്മെന്റ് കേസിലും പിന്നെ കാലിക്കറ്റ് ട്വിൻ ബ്ലാസ്റ്റ് കേസിലും പിന്നെ വേറെ ഇവർ ഇൻവോൾവ് ആയ 1-2 കേസുകളുണ്ട്, അതിലൊക്കെ അവർ വന്നു. അങ്ങനെ പല ട്രയലിൽ കിട്ടാത്തതുകൊണ്ടാണ് നീണ്ടുപോയിരിക്കുന്നത്. പിന്നെ അതിൻ്റെതായ നമ്മുടെ സിസ്റ്റം അറിയാമല്ലോ, പ്രോസസ് ഓഫ് ലോ അല്ലെങ്കിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഡിലേ വരും. പക്ഷെ ഈ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ അത് വരാൻ പാടില്ലായിരുന്നു. അപ്പൊ അതേസമയം തന്നെ അവിടുത്തെ വേറെ 1-2 കേസിൽ ഇതുപോലത്തെ NIA ചാർജ് ഷീറ്റ് കേസിൽ ഓൾറെഡി കൺവിക്ഷൻ വന്നു കഴിഞ്ഞു, ഇവർക്കല്ല വേറെ ചില ആൾക്കാർക്ക്. അപ്പൊ ഈ കേസിൽ തന്നെ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ഈ മദനിയുമായി ബന്ധപ്പെട്ട് അയാൾ ഇല്ല എന്നും ഉണ്ട് എന്നും പല 2 വെർഷനൊക്കെ ഉണ്ട്. അതൊരു കോൺട്രവേഴ്സിയാണ്, അത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ആ കേസിൽ അങ്ങനെ ഡിലേ വന്നു, പിന്നെ മദനിക്ക് അസുഖം വന്നു, പിന്നെ നീണ്ടുപോയി, പിന്നെ ആൾക്കാരെ കിട്ടിയില്ല, അതുകൊണ്ടൊക്കെ പറ്റിയത്. പക്ഷെ
നമ്മൾ കാണേണ്ട വിഷയം നമ്മുടെ ജയിലിനകത്ത് ഒരു കാര്യവും അത്ര ലീഗലായിട്ട് പോകുന്നില്ല. അവിടെ പല കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ ജയിലുകൾ, എല്ലാ ജയിലുകളും, സംസ്ഥാന എല്ലാ കർണാടക ജയിലായാലും കേരള ജയിലിലായാലും അവിടെയൊക്കെ ഇങ്ങനെ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അൺനാച്ചുറൽ ആക്ടിവിറ്റീസ്, അതുപോലെ ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ജയിലുകൾ ശുദ്ധീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് ഈ ഇഷ്യൂ ആയതുകൊണ്ട് മാത്രം ഞാൻ പറയല്ല. കാരണം നമ്മുടെ ജയിലിനകത്ത് എല്ലാ ജയിലും അണ്ടർ സ്റ്റാഫ്ഡ് ആണ്. അവിടെ തന്നെ പല കാര്യങ്ങളിലും പല മാഫിയകളുടെ കയ്യിലാണ്. പല ജയിലിലും, ഈ പരപ്പനാഹാര ജയിലിൽ ഞാനൊരു 10-12 തവണ വിസിറ്റ് ചെയ്ത ആളാണ്. അവിടെ ചില സമയങ്ങളിലൊക്കെ അവിടെ ചില ഏരിയയിലൊക്കെ ഒപ്പിടാൻ വേണ്ടി ബുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് കൊടുക്കുക. അതുപോലെ തമിഴ്നാട്ടിലെ ജയിലിലും ഇതുപോലെ തന്നെ ഈ തീവ്രവാദികൾക്ക് ഒപ്പ് വല്ലതും കൊടുക്കാൻ വേണ്ടി അവരെ തുറക്കാതെ ഈ ബുക്ക് മാത്രമായിട്ട് നീട്ടിക്കൊടുക്കും. അങ്ങനെ അത്ര ഡേഞ്ചറസ് ആണ് കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഒരു മാസമായിട്ട് ഇന്ത്യയിൽ മുഴുക്കെ, ഇന്ത്യയിലാകമാനം ജയിലുകൾ നവീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ജയിലുകൾ പ്രോപ്പറായി നവീകരിച്ചില്ലെങ്കിൽ ഈ പുറത്ത് അന്വേഷണ ഏജൻസികൾ ആൾക്കാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വളരെ ബുദ്ധിമുട്ടി കൺവിക്ഷൻ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അയച്ചു കഴിഞ്ഞാൽ അവിടെ ഓരോ ഗ്രൂപ്പ് ഫോം ചെയ്യാണ്. പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ കമ്മ്യൂണൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ വേറെ ചില താല്പര്യങ്ങളുള്ള ഗ്രൂപ്പ്, അല്ലെങ്കിൽ ചില മാഫിയകൾ, സാൻഡ് മാഫിയ, ലിക്കർ മാഫിയ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ഇതിനകത്തും ഈ ഗ്യാങ്ങുകളുണ്ട്. ഇത് പൊളിച്ചെടുത്ത സമയം അതിക്രമിച്ചിരിക്കണം. അതിനിപ്പോ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് ഈ പ്രിസൺ റാഡിക്കലൈസേഷൻ കേസ്. കാരണം എല്ലാ പ്രിസണും അതൊക്കെ ഒരു റിഫോം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതാണ് ഇതിൽ നമുക്ക് ഒരു ചൂണ്ടുപലക അവിടെയാണ്. എല്ലാ ജയിലുകളും ഒന്നുകൂടെ പ്രത്യേകിച്ച് കേരളത്തിലെ പല ജയിലുകളും നമ്മളൊന്നും സംസാരിക്കണ്ട. ഇപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലായാലും ശരി, വിയൂർ ജയിലായാലും ശരി, അവിടെയൊക്കെ ജയില് ഉപദേശക സമിതി പറഞ്ഞാൽ പൊളിറ്റിക്കൽ ബോസസ് ആണ്. പല ആൾക്കാരും പല പ്രതികളെയും, നമ്മളെ പ്രമാദമായ കേസിൽ പല പ്രതികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരൊക്കെ അവിടെ പല ആക്ടിവിറ്റിയാണ് അവർ. അപ്പൊ ഇതൊക്കെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ സിസ്റ്റം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ശരി ശ്രീ ടി കെ രാജ്മോഹൻ സാർ, ശ്രീ